കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റിനോ വേണ്ടിയിട്ട് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് ആയിരിക്കാം. അത് കമ്പനിയുടെ എയിം മീൻസ് കമ്പനിക്കൊരു ബെറ്റർ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാവാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെഗുലേറ്ററി കംപ്ലയിൻസ് മീറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, കോർപ്പറേറ്റ് ആക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നമുക്ക് ഫെമിലിയർ ആയുള്ള കുറച്ച് തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം അതിൽ നമുക്ക് അറിയാം ഏതൊക്കെയാണെന്നുള്ളത്. ജസ്റ്റ് കോർപ്പറേറ്റ് ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതേപോലെ നമുക്ക് ഡിവിഡൻഡ്, ബോണസ്, റൈറ്റ് ഇഷ്യൂസ്, അതേപോലെ മേർജർ ആൻഡ് അക്വിസിഷൻസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്സ്, ബൈബാക്ക് ഓഫ് ഷെയർസ്, ഇങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ട് തന്നെയുള്ള കുറേ അധികം ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പോർഷൻസ് എടുക്കുകയാണ്. ഫസ്റ്റ് വൺ എന്നുള്ളത് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡും റൈറ്റ് ഇഷ്യൂസും ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന ഏരിയാസ് ആണ്. ഡിവിഡൻഡ് എന്നുള്ളത് പല കമ്പനി അത് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ എന്നാൽ പോലും സിംപ്ലി പക്ഷേ ഈ പോയിന്റ്സിനൊക്കെ നമ്മൾ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, റീഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നതെങ്കിൽ പോലും പക്ഷേ നമ്മളിതിനെ ഈ പോയിന്റ്സിനൊക്കെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് ഡിവിഡൻസിന് നോക്കുന്നത്, അതിൻ്റെ റെഗുലേറ്ററി കംപ്ലയിൻസ് ഒക്കെ നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ സിംപ്ലി ഡിവിഡൻഡ് മീൻസ് ദ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആണ്. പിന്നെ അതേപോലെ ടൈപ്പ് ഓഫ് ഡിവിഡൻസ്, രണ്ട് ടൈപ്സ് ഓഫ് ഡിവിഡൻസ് മാർക്കറ്റിലുണ്ട്. ഒന്ന് ഫൈനൽ ഡിവിഡൻസ് ആണ്. എൻഡ് ഓഫ് ദി ഇയർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എൻഡ് ഓഫ് ദി ഇയറിൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ അതല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ഡിവിഡൻഡ് എന്നാണ്. അത് നമുക്ക് ഫൈനൽ ഡിവിഡൻഡ് ആണ്. ഇൻ കേസ് അതല്ല, ഫൈനൽ അല്ല, അതിന് പകരം എന്ത് ചെയ്യുന്നു, ഇൻ്ററിങ് ഒരു 6 months അല്ലെങ്കിൽ 3 months, നോർമൽ 6 months എടുക്കാം. അങ്ങനെ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിവിഡൻഡ് സ്പെഷ്യൽ ഡിവിഡൻഡ് ആണ്. അതിന് ഒരു ഇൻ്ററിങ് സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനിയുടെ മീൻസ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് പാസ് ചെയ്തിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇങ്ങനെ രണ്ട് ടൈപ്പാണ് നമുക്ക് എന്തുള്ളത്, ഡിവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഡിവിഡൻഡ് ഡിസൈഡ് ചെയ്യുന്നത്, ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ട കമ്പനിയുടെ പോളിസിക്ക് ഡിവിഡൻഡ് പോളിസീസ് എന്നാണ് പറയാം. അപ്പോൾ പ്രോഫിറ്റബിൾ ആയുള്ള എല്ലാ കമ്പനിക്കും ഒരു ഡിവിഡൻഡ് പോളിസി ഉണ്ടാവും. പക്ഷെ എല്ലാ കമ്പനീസും ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളത് എല്ലാ കമ്പനീസിൻ്റെ എന്തായിരിക്കണം എന്നില്ല, പോളിസി ആവണമെന്നില്ല. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ എടുത്ത് നോക്കിയാൽ അറിയാം, കുറച്ച് വേദാന്തയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോ അങ്ങനെയുള്ള കുറച്ച് പബ്ലിക് ഇൻട്രസ്റ്റ് കൂടുതലുള്ള കമ്പനീസാണ് കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാറ്. അല്ലാത്ത കമ്പനീസൊക്കെ തന്നെ എന്താണ്, അവരുടെ ഡിവിഡൻഡ് പലപ്പോഴും എന്തായിരിക്കും, ഡിവിഡൻഡ് കുറവായിരിക്കും, ഡിവിഡൻഡ് കൊടുക്കാറില്ല. കാരണം അത്തരം കമ്പനീസും മാർക്കറ്റിൽ ഗ്രോ ചെയ്യും. കാരണം ആ പ്രോഫിറ്റ് റീഇൻവെസ്റ്റഡ് ആകുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ ലഭിക്കും. ഡിവിഡൻഡ് ലഭിക്കുക എന്നുള്ളത് ആ പ്രസൻറ്റിൽ അതായത് അറ്റ് ദ പ്രസൻറ്റ് ടൈമിൽ തന്നെ ആ ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ വാല്യൂ ലഭിക്കുക. ഇങ്ങനെ രണ്ട് കോൺസെപ്റ്റ് ആണല്ലോ. അപ്പം ഡിവിഡൻഡ് ലഭിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മുടെ ഷെയർസിൻ്റെ അതിനൊരു വാല്യൂ അപ്രീസിയേഷൻസ് ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിവിഡൻഡ് ലഭിക്കുകയാണെങ്കിൽ ആ പ്രസൻറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഒരു ക്യാഷ് ഫ്ലോ എൻഷുർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെർട്ടൈൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവാറുണ്ട്, എസ്പെഷ്യലി അല്പം കൂടെ ഏജ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്സ് എന്നുള്ള കാറ്റഗറി സ്റ്റോക്സിനെ തെരഞ്ഞു പിടിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരേ സമയത്ത് ഇയർലി ഒരു 10% ഒക്കെ ഡിവിഡൻഡ് കിട്ടുവാണെങ്കിൽ ആ ഡിവിഡൻഡും എൻജോയ് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ അപ്രിസിയേഷനും എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇൻ കോമൺ ഡിവിഡൻഡ് ഇത്ര ഓർത്ത് വയ്ക്കുക. 2 ടൈപ്പ് ഡിവിഡൻഡ് ഉണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ കീപ്പ് ചെയ്യുന്ന എമൗണ്ട് റീറ്റെയിൻഡ് ഏർണിംഗ് ആണ്, നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഇത് ചെക്ക് ചെയ്യുന്നൊരു മെട്രിക്സ്, എത്ര പെർസെൻറ്റേജ് അല്ലെ എത്രത്തോളം ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നൊരു മെട്രിക്സ് എന്നുള്ളത് ഇതാണ് പേ ഔട്ട് റേഷ്യോ. പേ ഔട്ട് റേഷ്യോസ് എന്നുള്ളത് ഇതാണ്. ജസ്റ്റ് പേ ഔട്ട് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് ഇൻകം ആണ്. ഒരു ഫേമിൻ്റെ നെറ്റ് ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പേ ഔട്ട് റേഷ്യോ.
അപ്പോൾ നമുക്ക് 100% പേ ഔട്ട് റേഷ്യോ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നോർമലി ഉണ്ടാവില്ല. കാരണം റിസർവിലേക്ക് മാറ്റി വയ്ക്കും, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. ഇപ്പോൾ പല ഫേമും പേ ഔട്ട് റേഷ്യോസ് വളരെ കുറവായിരിക്കും. പേ ഔട്ട് കൊടുക്കാത്ത കമ്പനീസ് ഉണ്ട്. എന്നാൽ പേ ഔട്ട് കൊടുക്കുന്ന കമ്പനീസിന് നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര % പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെട്രിക്സ് പേ ഔട്ട് റേഷ്യോസ് ആണ്. ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് ഇൻകം ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ദെൻ ഇനി അതിലെ രണ്ടാമത്തെ നമ്മൾ ജസ്റ്റ് എല്ലാ ടേമും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ വിചാരിക്കുന്നു. കാരണം ഈ ടേംസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ കാണാറ്. രണ്ടാമത്തെ ഒരു ഏരിയ എന്നുള്ളത് റൈറ്റ് ഇഷ്യൂ ആണ്. ഓക്കെ, അതെ, സംഗീത് ഏതാണ്? അല്ല, ഡിവിഡൻഡ് ഈൽഡ് അല്ല പേ ഔട്ട് റേഷ്യോ. അത് രണ്ടാണ്. അതെ. ഇത് ഇവിടെ ജസ്റ്റ് പേ ഔട്ട് റേഷ്യോയിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ ഈ ടോട്ടൽ ടോട്ടൽ ഇൻകം എത്രയുണ്ട്, ആ ഇൻകത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എത്ര എമൗണ്ട് നെറ്റ് ഇൻകത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എത്ര എമൗണ്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്നുള്ളത് ഡിവിഡൻഡ് പെർ ഷെയറും ആ ഷെയറിൻ്റെ പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അത് രണ്ടും നോക്കണം എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ അത് ഏത് ടൈപ്പ് ഇൻവെസ്റ്റർ ആണെന്നുള്ള രീതിയിലാണല്ലോ. ഇപ്പം നമ്മളുടെ ഒന്നാമത്തെ കാര്യം നമുക്ക് ഡിവിഡൻഡ് വേണോ വേണ്ടയോ, അല്ലെ ഡിവിഡൻഡ് ആണോ ഗ്രോത്ത് ആണോ വേണ്ടത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിൻ്റെ നല്ല കമ്പനീസിനെ ഫോക്കസ് ചെയ്താൽ മതി. ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫോക്കസ് ചെയ്യേ വേണ്ട. പക്ഷേ അതിന് പകരം ഇങ്ങനെ ഉണ്ടാവുമല്ലോ, നമുക്ക് കുറച്ചും കൂടെ നമ്മളുടെ ഇൻവെസ്റ്റർ അല്പം കൂടെ മോഡറേറ്റ് റിസ്ക് എടുക്കാനാണ് റെഡി ഉള്ളത്. ആള് കുറച്ചും കൂടെ പബ്ലിക് കമ്പനീസിനെയൊക്കെയാണ് നോക്കുന്നത്. പക്ഷേ ആൾക്ക് ഇയർലി തന്നെ ഒരു റിട്ടയർമെൻറ്റിനോട് അടുക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അഗ്രസീവ്നെസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് അതേപോലെ ഇയർലി ഒരു പേ ഔട്ട് കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകൾക്ക് ഡിവിഡൻഡ് പേയിങ് ഷെയർസ് എടുക്കാം. അങ്ങനെ ഡിവിഡൻഡ് പേയിങ് ഷെയർസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പേ ഔട്ട് റേഷ്യോസും അതേപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ വരും, നമ്മളൊരു 1 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് എഗെയിൻസ്റ്റ് ഒരു 10% എങ്കിലും നമുക്ക് ഡിവിഡൻഡ് ഈൽഡ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്പോൾ ഒരു 10% ഈൽഡ് ഉള്ള ഒരാളിന് അത് നല്ലൊരു ഇൻകം അല്ലേ. ക്യാപിറ്റൽ അപ്രീസിയേഷനും കിട്ടും, ഇയർ ഓൺ ഇയർ അറൗണ്ട് ഒരു 10% ഡിവിഡൻഡ് എന്നുള്ള റിട്ടേണും കിട്ടുക എന്നുള്ള രീതിയിൽ ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു എന്തുപോലെയാവും, ഒരു SWP ചെയ്യും പോലെയുള്ളൊരു പോർട്ട്ഫോളിയോ ആയിട്ട് മാറ്റാൻ പറ്റും അതിനെ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് ഈൽഡും പേ ഔട്ട് റേഷ്യോ ഒക്കെ നമുക്കൊരു അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് വൺ ആണ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് സെനാരിയോസ് എന്ന് നമുക്കറിയാം. ആ സെനാരിയോ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇത്രയാണ് റൈറ്റ് ഇഷ്യൂവിൻ്റെ ഉള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കി വയ്ക്കുക. റൈറ്റ് ഇഷ്യൂസ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ ഷെയർസ് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ റിസീവ് ചെയ്യാനുള്ള റൈറ്റാണ് റൈറ്റ് ഇഷ്യൂസ് എന്നുള്ളത്. കാരണം പബ്ലിക്കിന് കൊടുക്കുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു, ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് റൈറ്റ് ഇഷ്യൂ ആണ്. എപ്പോഴും ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ചെയ്യുക. ഇതുകൊണ്ട് കമ്പനിക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഡൈല്യൂട്ട് ചെയ്യേണ്ടതില്ല, ഓണർഷിപ്പ് ഡൈല്യൂട്ട് ചെയ്യേണ്ടതില്ല. കാരണം എത്ര പെർസെൻറ്റേജ് ആണോ അപ്പോൾ ഓണർഷിപ്പ് കീപ്പ് ചെയ്യുന്നത്, അത്ര പെർസെൻറ്റേജ് തന്നെ ഓണർഷിപ്പ് സെയിം പേഴ്സണിലേക്കാണ് പോകുക എന്നുള്ളതാണ്, സെയിം ഗ്രൂപ്പിലേക്കാണ് പോകുക എന്നുള്ളതാണ്. മറ്റ് ഒരു ഏരിയയിലേക്ക് അത് പോകാതെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഫർദർ മാർക്കറ്റിൽ അത് സെല്ല് ചെയ്യുകയൊക്കെ ചെയ്യും. ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രം ഓണർഷിപ്പ് ഡൈല്യൂട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ എന്നുള്ളത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് സെയിം പ്രപ്പോർഷനിൽ അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സിസ്റ്റമാണ്. ഇവിടെ അത് വേണമെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതി, അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ദെൻ അത് എപ്പോഴും അത് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലായിരിക്കും അത് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ ഒരു 100 റുപ്പീസുള്ള ഷെയർ നമുക്കൊരു 90 റുപ്പീസിനോ 80 റുപ്പീസിനോ കിട്ടാനുള്ളൊരു സാധ്യത റൈറ്റ് ഇഷ്യൂസിൽ ഉണ്ടാവും.
അപ്പോൾ ഈവൻ കൂടുതൽ ആളുകളും ഈ റൈറ്റ് ഇഷ്യൂസ് എന്നുള്ള ഓപ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ നമ്മുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു ടേം അപ്പോൾ ഡിവിഡൻഡ് കഴിഞ്ഞ റൈറ്റ് ഇഷ്യൂസ് ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് വണ്ണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എപ്പോഴും ഒരു മാജിക് കാണിക്കുന്ന ഒരു സാധനമാണ് ബോണസ് എന്നുള്ളത്. കാരണം ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇൻഫോസിസിൽ 20 years മുൻപേ, ഇൻഫോസിസിലും TCSലും ഒക്കെ തന്നെ 20 years മുൻപേ അറൗണ്ട് ഒരു 2 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അറൗണ്ട് ഒരു 2 CR ആയിട്ട് മാറുമായിരുന്നു. അത് ഇപ്പോൾ അത് വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് MRFൽ അത് നടന്നിട്ടില്ല. കാരണം MRF ഇതേപോലെ ബോണസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഒന്നും നടത്തിയിട്ടില്ല ഷെയറിൽ. പക്ഷേ ഇൻഫോസിസ് ഒന്ന് ടെക്നോളജി ബൂം ചെയ്തു, അത് സെയിം കേസിൽ ഷെയർ പ്രൈസ് എപ്പോഴും എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടും ഒക്കെ ഷെയർ പ്രൈസ് ഒരു ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനുള്ള ഒരു പ്രൈസിൽ എപ്പോഴും അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, എല്ലാവർക്കും അത് ഒരു ഷെയർ പ്രൈസ് അല്ലെങ്കിൽ ഒരു എല്ലാവരുടെ അടുത്തേക്കും ഒരു ഈസി ആയിട്ട് അത് ആക്സസിബിൾ ആയി. അങ്ങനെ ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മാർക്കറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് മോശമാണെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ അതായത് ഒരു 20 years ബാക്ക് ഒരു 1000 shares വാങ്ങിയ ഒരാളിന് ഇതുവരെ അത് സെല്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫോസിസിന് അറൗണ്ട് ഒരു 8,000 shares ആയിട്ട് അത് മാറിയിട്ടുണ്ട്. 4 പ്രാവശ്യം അവരെന്ത് ചെയ്തു, ബോണസ് ഷെയർസ് ആയിട്ട് എന്ത് ചെയ്തു, ബോണസ് ഷെയർസും സ്പ്ലിറ്റും എല്ലാം കൂടെ 4 പ്രാവശ്യം എന്ത് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത സമയത്ത് 8,000 shares ആയി മാറി. ആ 8,000 sharesൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 8,000 ഓർ ഇപ്പോഴത്തെ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വാല്യൂ താഴേക്ക് വന്നിട്ട് പോലും അറൗണ്ട് ഒരു 1 CR 2 CRൻ്റെ അടുത്തേക്ക് 1 CRന് അടുത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, വാല്യൂ വന്നിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ പീക്കിൽ അതൊരു അറൗണ്ട് ഒരു 2 CRൻ്റെ അടുത്തുള്ള വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് താഴെ വന്ന് അറൗണ്ട് ഒരു 1,200ലേക്കൊക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ വാല്യൂ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബോണസ് ഷെയർസ് എന്നുള്ളത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ദ സെയിം പ്രൊപ്പോർഷനിൽ ഫ്രീ ഓഫ് കോസ്റ്റിന് ഷെയർസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഷെയർസിനെ ബോണസ് ഷെയർസ് എന്നാണ് പറയുക. ഈ ബോണസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ഔട്ട് ഓഫ് ഇറ്റ് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു എന്തും നടക്കുന്നില്ല, ഇൻറ്റേർണലി ഒരു വെൽത്തും ഇത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ മാർക്കറ്റിൽ ഇതുകൊണ്ടൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ബോണസ് ഷെയർസ് കിട്ടുന്ന ടൈപ്പ് കമ്പനീസ് നല്ലതാണ്. അതിൻ്റെ പ്രസൻറ്റ് കേസിൽ അവർക്ക് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. നമ്പർ ഓഫ് ഷെയർസിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവും, വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. വാല്യൂ നേരത്തെ പ്രൈസിലേക്ക് തിരിച്ചിറങ്ങും. ഓക്കെ ആണോ? അതെ. ഷോർട്ട് ടേമിൽ ഒരു ബെനിഫിറ്റ്സ് ഇല്ല, പക്ഷേ ലോങ് റണ്ണിൽ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. ലിക്വിഡിറ്റി നല്ലോണം കൂടുന്നതുകൊണ്ട് ഫ്രീ ഓഫ് കോസ്റ്റിന് കുറേ ഷെയർസ് കിട്ടുകയാണെങ്കിൽ എപ്പോഴും നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പം ലോങ് ടേമിലെ പോർട്ട്ഫോളിയോ നമുക്ക് അത്തരം ഷെയർസിനെ കൺസിഡർ ചെയ്യാം. ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റും ദ സെയിം തന്നെയാണ്, റീകൺസ്ട്രക്ഷൻ തന്നെയാണ് നടക്കുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റിൽ ഇപ്പം ടാറ്റ സ്റ്റീലൊക്കെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തു. അവിടെ ഫേസ് വാല്യൂ 10 ഉണ്ടായിരുന്നത് എന്ത് ചെയ്തു, 2ലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 5 ഷെയർസ് കിട്ടി. 2ലേക്കായിരുന്നു അല്ലെ 1ലേക്കായിരുന്നു മാറ്റിയത്? 1ലേക്കാണ് മാറ്റിയത്. അപ്പോൾ 1000 ഉണ്ടായിരുന്നത് 100ലേക്ക് വാല്യൂ വന്നു. പക്ഷേ ടാറ്റ സ്റ്റീലിൻ്റെ അതിന് ശേഷമുള്ളൊരു പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ 100% റിട്ടേൺ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു 1 year കൊണ്ട്. അതെ, അപ്പോൾ അതിന് മെയിൻ റീസൺ എന്നുള്ളത് ടാറ്റ സ്റ്റീല് എല്ലാവർക്കും അഫോർഡബിൾ ആയി എന്നുള്ളതാണ്. മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഷെയർസ് അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് മേടിച്ച് വെക്കാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കലി അത് നമുക്കൊരു മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ലോങ് ടേമിൽ സ്പ്ലിറ്റും ഒരു ഫേവറബിൾ ആയുള്ള ഫാക്ടറാണ്. ഇൻറ്റേർണലി വേറെ എന്ത് ചെയ്യുന്നില്ല, കമ്പനിയുടെ വാല്യൂവിലോ നമ്മുടെ ഷെയർസിൻ്റെ ടോട്ടൽ വാല്യൂവിലോ ഒന്നും ഒരു ചേഞ്ചും നടത്തുന്നില്ല. ഇനി ഷെയർ കൺസോൾട്ടേഷൻ ആണ് നെക്സ്റ്റ്.
ഷെയർ കൺസോളിഡേഷൻ എന്നുള്ളത് ഇറ്റ്സ് ദ റിവേഴ്സ് ഓഫ് ഷെയർ സ്പ്ലിറ്റ്. ഷെയർസിന് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്തതിനെ ജസ്റ്റ് റീകോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അവിടെയും എന്ത് ചെയ്യുന്നില്ല, ഷെയറിൻ്റെ മീൻസ് ഇൻഡിവിജ്വൽ ഷെയർസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ടോട്ടൽ പ്രൈസ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ലിക്വിഡിറ്റി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ റീകൺസോൾട്ടേറ്റ് ചെയ്യാം, ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കണം എന്ന് പറയുന്ന സമയത്ത് സ്റ്റോക്ക് സ്പ്ലിറ്റും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു ഇതേപോലെ റീസ്ട്രക്ചറിങ് പ്രോസസ്സാണ് മേജർ ആൻഡ് അക്യൂസിഷൻ, ഡീമേർജേഴ്സ്, റീസ്ട്രക്ചറിങ്. അപ്പോൾ നമുക്കറിയാം മേജർ എന്നുള്ളത് അതായത് രണ്ട് കമ്പനീസ് മേജ് ചെയ്ത് ഒരു പുതിയ കമ്പനീസിനെ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും മേജർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വോഡാഫോണും അതേപോലെ തന്നെ ഐഡിയയും മേജറാണ്, അതുകൊണ്ടാണ് VI എന്ന് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അക്യൂസിഷൻ എന്നുള്ളത് എന്നുള്ളൊരു കമ്പനി വേറൊരു കമ്പനീനെ എന്ത് ചെയ്യാണ്, ടേക്ക് മീൻസ് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ടേക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു കമ്പനീനെ കംപ്ലീറ്റ്ലി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അക്യൂസിഷനാണ്. ഇപ്പോൾ പല കമ്പനീസും മാർക്കറ്റിലേക്ക് വരുന്നത് അക്യൂർ ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ ബ്ലിങ്കിറ്റിനെ എന്ത് ചെയ്താൽ സൊമാറ്റോ അക്യൂർ ചെയ്തിട്ടാണ് മാർക്കറ്റിലേക്ക് അവരുടെ ബ്രാൻഡാക്കി മാറ്റുന്നത്. ഇനി അതേപോലെ റിലയൻസ് ഇപ്പോൾ അവരുടെ ഡ്രിങ്ക്സ് ബ്രാൻഡിനെ അവർ അക്യൂർ ചെയ്തതാണ്, പുറത്തുനിന്ന് ഓൾറെഡി ഉണ്ടായിരുന്ന പേറ്റന്റ് ഉള്ള ബ്രാൻഡിനെ അക്യൂർ ചെയ്തതാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇല്ലാത്തൊരു കമ്പനീനെ അക്യൂർ ചെയ്തിട്ടാണ് മാർക്കറ്റിലേക്ക് ഇത് ചെയ്തത്. അപ്പം മാർക്കറ്റ് ഗ്രോത്തിനും അവരുടെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻസിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് അക്വിസിഷൻ യൂസ് ചെയ്യാം. അതേപോലെ മേർജറും യൂസ് ചെയ്യാം. മേർജർ എപ്പോഴും നമുക്ക് മാർക്കറ്റിലെ ഒരു കോമ്പറ്റേറ്റീവ് കണ്ടീഷൻസ് ഒക്കെ അതിന് ഫേസ് ചെയ്യാനും അതേപോലെ മാർക്കറ്റ് ലീഡർഷിപ്പിലേക്ക് വരാനും ഒക്കെ, അല്ലെങ്കിൽ മറ്റ് സെനാരിയോസിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേർജേഴ്സും യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓർത്ത് വെക്കുക മേർജർ ആൻഡ് അക്വിസിഷൻ. പിന്നെ ഡീമേർജേഴ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഡീമേർജേഴ്സ് എന്നുള്ളത് ഓൾറെഡി മേർജ് ചെയ്ത കമ്പനീസ് എന്ത് ചെയ്യും, മീൻസ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കമ്പനീസ് തന്നെ ആവുന്ന സെനാരിയോസ് ഉണ്ട്. ഇപ്പം വേദാന്ത ഓൾറെഡി മേർജ് ചെയ്തെന്നല്ല, ഓൾറെഡി ഉള്ള കമ്പനീസിനെ ഒരു കമ്പനി വേദാന്ത എനിക്ക് തോന്നുന്നു 5 യൂണിറ്റ് ആയിട്ടാണ് മാറാൻ പോകുന്നത്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. വേദാന്തയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഡീമേർജർ ആയോ? ആയില്ലേ? പിന്നെ അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് എന്ത് ചെയ്തു, ഡീമേർജർ ഓൾറെഡി നമ്മൾ ഫേസ് ചെയ്തു, രണ്ട് കമ്പനി ആയിട്ട് മാറുന്നു. അപ്പോൾ അത് മാർക്കറ്റിൽ ബിസിനസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഡീമേർജേഴ്സ് എന്നുള്ള പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. ഓക്കെ 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 അതെ 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 അതെ. അപ്പം ശരിക്കും നമുക്ക് അപ്പം ജസ്റ്റ് ഇത്, പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള പ്രോസസ്സിനെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് എപ്പോഴും ഈ ബോണസ് ഷെയർസ് അതിനെപ്പോഴും ട്രാക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയാം. ബോണസ് ഷെയർസ് ലോങ് ടേമിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഷെയർസിന് ബോണസ് ഷെയർസും സ്പ്ലിറ്റും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള കമ്പനീസ് ആണെങ്കിൽ നമുക്കൊരു മാജിക്കൽ ഗ്രോത്ത് തന്നെ നെക്സ്റ്റ് 10 ഇയേഴ്സിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നോർമലി ഉള്ളത് ലോൺ റീസ്ട്രക്ചറിങ് എന്നുള്ള പ്രോസസ്സാണ്. ലോൺ റീസ്ട്രക്ചറിങ് എന്നുള്ളത് അത് ഓൾറെഡി ഉള്ള ലോണ്, കമ്പനീസിൻ്റെ ലോങ് ടേം ലോണ് എന്ത് ചെയ്യുന്നു, ഇതേപോലെ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ മറ്റ് കമ്പനികളിലേക്ക് ലോൺ മാറ്റുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ്സ് ഉള്ള ലോണുകൾ വേറെ കമ്പനീസിൽ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് ലോൺ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ഈ പേഴ്സണലി ചെയ്യുന്നത് പോലെ തന്നെ കമ്പനി എന്ത് ചെയ്യും, ലോണിൻ്റെ കമ്പനീസിൻ്റെ ഇൻട്രസ്റ്റിലൊക്കെ ഉള്ള സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനുള്ള ലോൺ റീസ്ട്രക്ചറിങ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അത്ര ക്വസ്റ്റ്യനുകളിൽ ഞാൻ കണ്ടില്ല. മെർജർ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ഡിമെർജർ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ബോണസ് ഷെയർസ്, സ്പ്ലിറ്റ്, പിന്നെ ഡിവിഡൻഡ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നോർമലി ഉള്ളത് ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ്. ബൈബാക്ക് ഓഫ് ഷെയർസ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ബൈബാക്ക് ഓഫ് ഷെയർസ് ഇപ്പോൾ ഇനീഷ്യലി വിളിച്ചിട്ടുള്ള
ആ ഓക്കെ ഓക്കെ, ഞാനിത് അപ്ലോഡ് ചെയ്യാം സിനാൻ, ജസ്റ്റ് കണ്ടിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി നാളെ മോർണിംഗ്. ഓക്കെ ഓക്കെ. പിന്നെ ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ്. ബൈബാക്ക് ഓഫ് ഷെയർസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിപ്രോ ബൈബാക്കിന് റെഡി ആവുന്നുണ്ട്. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനീസ് നല്ല ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ പവർ അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർസ് പുൾ ബാക്ക് ചെയ്യാറുണ്ട്, അല്ലെ എക്സിസ്റ്റിംഗ് ഷെയർസ് തിരിച്ച് മേടിക്കാറുണ്ട്. അത് നമുക്ക് ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ്. ഇത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് തന്നെയാണ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പവർ മാർക്കറ്റിൽ റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്നുള്ളത് ഡീലിസ്റ്റിംഗ് ആണ്. ഡീലിസ്റ്റിംഗ് എന്നുള്ളത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ ലിസ്റ്റിംഗ് എന്നാണ് പറയാം. ഇനി ആ മാർക്കറ്റിലെ ലിസ്റ്റിംഗ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതിനെ ഡീലിസ്റ്റിംഗ് എന്നാണ് പറയാം. അപ്പോൾ ഡീലിസ്റ്റിങ്ങിന് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന് വോളണ്ടറി ഡീലിസ്റ്റിംഗ് ആണ്. ചെറിയ കമ്പനീസ് ആണ് കൂടുതൽ ചെയ്യാറ്. ചിലപ്പോൾ അവർക്ക് ഈ റെഗുലേറ്ററി കംപ്ലയിൻസ് ഒന്നും മീറ്റ് ചെയ്യണ്ട, അതുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് വോളണ്ടറിലി ആയിട്ട് ഡീലിസ്റ്റ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ കമ്പൽസറി ഡീലിസ്റ്റിംഗ് ഉണ്ട്. അത് സെബിയാണ് ഇനീഷ്യേറ്റ് ചെയ്യുക. കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പാലിക്കുന്നില്ലെങ്കിൽ അത്തരം കമ്പനീസിനെ ഡീലിസ്റ്റ് ചെയ്യേണ്ട കമ്പനീസിനെ എന്ത് ചെയ്യാറുണ്ട്, കമ്പൽസറി ആയിട്ട് ഡീലിസ്റ്റ് മീൻസ് അവരുടെ ലിസ്റ്റിംഗ് നിന്ന് മാറ്റാറുണ്ട്. അത് രണ്ട് സമയത്തും ഇൻവെസ്റ്റേഴ്സിന് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും, ലഭിക്കുകയും ചെയ്യും. ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വന്നതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, ഈ ഡീലിസ്റ്റിംഗ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡീലിസ്റ്റിംഗ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡീലിസ്റ്റിംഗ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതേപോലെ ഷെയർ സ്വാപ്പാണ്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഷെയർസ് എന്ത് ചെയ്യുന്നത്, ഈ അമാൽഗമേറ്റ് മീൻസ് നമ്മുടെ മേജറിൻ്റെ സമയത്തും അക്വിസിഷൻ്റെ സമയത്തുള്ള ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ ഷെയർ സ്വാപ്പ് എന്ന് പറയാം. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു കമ്പനീസിൻ്റെ ഷെയർസ് വേറൊരു കമ്പനീസിൻ്റെ പേരിലേക്കൊക്കെ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിനെ ഷെയർ സ്വാപ്പ് എന്നാണ് വിളിക്കുക. ശരിക്കും ഇത്ര ഏരിയാസ് ആണ് ഈ ഏരിയയിൽ, ഈ ഒരു പോർഷനിൽ നമുക്ക് വരുന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് തീർക്കുന്ന ഒരു ഏരിയ ആണ്, തീരാവുന്ന ഒരു ഏരിയ ആയിരുന്നു. ജസ്റ്റ് അതുകൊണ്ട് ഇത് പറഞ്ഞു തീർത്തുന്നുള്ളൂ. പക്ഷെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ഇതിൽ നിന്ന് ബോണസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിവിഡൻഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റൈറ്റ് ഇഷ്യൂ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ സ്പ്ലിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കൺസോൾട്ടേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ മെർജർ ആൻഡ് അക്വിസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതേപോലെ ലോൺ റീസ്ട്രക്ചറിങ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള ഏരിയാസ് എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയ്ക്ക് ഒരു എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ചെറിയൊരു പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, നടത്തി വെച്ചേക്കുക. ഇതൊരു ഹാഫ് ആൻ അവറിൻ്റെ ആവശ്യമുള്ളൂ, അത്രയും പോർഷൻസും ഉള്ളൂ. പക്ഷേ ഈ ഹാഫ് ആൻ അവറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് 5 വെയിറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ നാളത്തേക്ക്. ഇതിൻ്റെ തിയറി നോട്ട് PDF ഉണ്ട്. ആ PDF ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുന്നത് നല്ലതാണ്. PDF ഒന്ന് റീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എന്താണെന്നാണ് ആ PDF നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം, ആ PDF-ലുള്ള തിയറി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ അത് കുറച്ചും കൂടെ കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ അത് അടുത്ത ദിവസം വീണ്ടും ഒരു ഡിസ്കഷൻസ് ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, സംഗീത ഇന്നലെ നോക്കിയായിരുന്നു പ്രോബ്ലം ഏരിയാസ്, പിന്നെ എന്തെങ്കിലും റെഫർ ചെയ്തോ, എന്താ സെനാരിയോ? പിന്നെ നേരത്തെ എന്തോ ഒന്ന് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മോർണിംഗ് വിളിച്ചപ്പോൾ? ഞാൻ നമ്മുടെ റേഷ്യോസ് എല്ലാം ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മിനിറ്റ് ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, ഷുവർ. ഓക്കെ, ഷെഹലിന്റെ പ്രിപ്പറേഷൻസും ഷെഹൽ ജസ്റ്റും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കുക. ഇനി ഈ തിയറി ചാപ്റ്റേഴ്സ് ഇനി നമുക്ക് 3 മേജർ ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഷെഹൽ ഓഡിയബിൾ ആയിരുന്നോ? ഓക്കെ, പിന്നെ സിയാൻ എന്തൊക്കെയാ? സിയാൻ ഓഡിയബിൾ ആയിരുന്നു സിയാൻ? ഓക്കെ. എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് ഒക്കെ, എങ്ങനെ പോകുന്നു? സ്ട്രോങ് ആയിട്ട് എടുക്കാം നമുക്ക്.
ഞാൻ ഇപ്പൊ മെയിനായിട്ട് ഞാൻ ഇക്വേഷൻ റേഷ്യോസ് അനാലിസിസിലാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഉം. കാരണം തിയറി പാർട്ട് ഞാൻ ഓൾറെഡി കവർ ചെയ്തോണ്ട് എനിക്ക് അത് ക്യാച്ചപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഉം. ഉം. അപ്പൊ ഞാനിപ്പം മെയിനായിട്ട് അന്ന് അയച്ചെന്ന ലിങ്കിലുള്ള പ്രോബ്ലംസ് ഇങ്ങനെ ഓരോന്ന് 1 by 1 ആയിട്ട് ഇങ്ങനെ ടൈം എടുത്ത് മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ആ ഓക്കെ ഓക്കെ. അപ്പോൾ അതങ്ങനെ തന്നെയാണ് വേണ്ട. അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്താലേ നമുക്ക് ആ സ്പീഡ് കൂടുള്ളൂ. അതെ അതെ. ആയിക്കോട്ടെ. പിന്നെ അപ്പം അത് നടക്കട്ടെ. എനിക്ക് തോന്നുന്നു ജയാൻ ഷെഹൽ ഇറങ്ങിയ ഷെഹൽ ഉണ്ടായിരുന്നില്ലേ? ഷെഹൽ ഷെഹൽ ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഇനി നമുക്കൊരു മേജർ 3 ചാപ്റ്റേഴ്സാണ് നോക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി തിരിച്ച് ഒരു റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പ്രോബ്ലം ഏരിയയ്ക്ക് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് തുടങ്ങാം, ഇതേപോലെ പാസ് ഫോർ ഷുവറിൻ്റെ പ്രോസസ്സ് നമുക്ക് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ലേറ്റ് ആക്കണ്ട. നമുക്ക് അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലോ. അത് നമുക്ക് ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. പ്രോബ്ലംസ് ഒക്കെ ജസ്റ്റ് നമുക്ക് നോക്കുകയും ചെയ്യാം കുറച്ചും കൂടെ അതിലത്തെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്തോ, നെക്സ്റ്റ് ഈ വീക്ക് തന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് വെക്കണ്ട. നിങ്ങൾ 3 പേര് ഓൾറെഡി എന്തായാലും ചെയ്തോ. കാരണം സിനാന് കുറച്ചും ഓണം വെക്കേഷനിൽ ചെയ്തോ മതി. കാരണം ഓണം വെക്കേഷനിൽ മതി സിനാന്. കാരണം സിനാന് കുറച്ചും കൂടി ഒരു പ്രിപ്പറേഷൻസ്